നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി വലിയകുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ആമ്പല്ലൂരിൽ ദേശീയപാതയുടെ 2ാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പുതുക്കാട് കുറുമാലിയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. സ്വകാര്യ ബസ് വയോധികയുടെ കാലിലൂടെ കയറിയിറങ്ങി. പാലപ്പിള്ളിയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതിന് തീരുമാനം. പറപ്പൂക്കര FM-ന്റെ ഉദ്ഘാടനം ആദ്യ ശബ്ദ സന്ദേശത്തിലൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ ആനുവൽ സ്പോർട്സ് മീറ്റ് പഞ്ചായത്ത് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പിള്ളി വലിയകുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. വീലുപ്പാടം ബെണ്ണൂരാൻ വീട്ടിൽ ഹസൈനാർ ഭാര്യ പാത്തുമ്മ, ഹസൈനാറുടെ സഹോദരന്റെ മകൾ വലിയകുളം പള്ളിപ്പുറത്ത് നൌഷാദ് ഭാര്യ സക്കീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. തോട്ടം തൊഴിലാളികളായ പാത്തുമ്മയെയും സക്കീനയെയും ടാപ്പിങ്ങിനായി ഹാരിസൺ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് സംഭവം. ജോലിക്ക് പോകുമായിരുന്നു. പോകുന്ന സമയത്ത് മാന് ചാടി, ഞങ്ങൾ ബൈക്കിൻ്റെ മുന്നിൽ ചാടി, ബൈക്ക് വീണ് ഞങ്ങൾ 3 പേർക്ക് അപകടത്തിൽ പെട്ടു. എന്നിട്ട് അവിടെ അടുത്ത് ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വാച്ചർമാരൊക്കെ വിളിച്ച് പറഞ്ഞ് തോട്ടത്തിലെ വാച്ചർമാരുണ്ടായിരുന്നു. വലിയകുളത്ത് വെച്ച് തോട്ടത്തിന്റെ മതിൽ ചാടി റോഡിലേക്ക് വന്ന മാൻ ബൈക്ക് ഇടിച്ചു മറിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. പരിക്കേറ്റ ഇവരെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പാത്തുമ്മയ്ക്കും സക്കീനയ്ക്കും തലയ്ക്കാണ് പരിക്കേറ്റത്. സംഭവമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളായ സുഹറ മജീദ്, അഷറഫ് ചാലിയത്തൊടി എന്നിവരും ആശുപത്രിയിലെത്തി. മേഖലയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും പഞ്ചായത്ത് അംഗം സുഹറ മജീദ് ആവശ്യപ്പെട്ടു. പാവപ്പെട്ട തൊഴിലാളികൾ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിൽ താമസിക്കാനോ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാലപ്പള്ളി പ്രദേശം മേഖലയുള്ളത്. അതിന് മാത്രം വന്യജീവികൾ പുലിയും കടുവയും ആനയും അതിൻ്റെ കൂടെ പന്നി, വഴിയാത്രക്കാരെ പന്നി, നിരന്തരം മാൻകൂട്ടങ്ങൾ വന്ന് ഇടിക്കുകയാണ്. ബദൽ സംവിധാനം ഒരുക്കാതെ ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയുടെ 2ാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ എറണാകുളം ഭാഗത്തേക്കുള്ള റോഡാണ് വ്യാഴാഴ്ച രാത്രി പൊളിച്ചു തുടങ്ങിയത്. നേരത്തെ 2ാമത്തെ പാതയിൽ അടിപ്പാതയ്ക്കായി കുഴിയെടുക്കുന്നത് വെള്ളിയാഴ്ച തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഗതാഗത പരിഷ്കാരത്തിന്റെ ട്രയലിന് പിന്നാലെ ദേശീയപാത പൊളിച്ചു തുടങ്ങുകയായിരുന്നു. ഇതോടെ ആമ്പല്ലൂർ സെന്ററിലും സർവീസ് റോഡുകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ശോച്യാവസ്ഥയിലുള്ള സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തതാണ് ഇപ്പോൾ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. 2ാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ആമ്പല്ലൂർ സെന്ററിൽ ഇരുവശത്തേക്കും സർവീസ് റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നേരത്തെ 1ാമത്തെ പാതയിലെടുത്ത അടിപ്പാതയുടെ അടിത്തറ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. എന്നാൽ വാഹന ഗതാഗതത്തിന് പ്രയോജനപ്പെടുത്താവുന്ന സാഹചര്യമില്ല. ചിമ്മിനി വരന്തരപ്പിള്ളി റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ ആമ്പല്ലൂർ സെന്ററിൽ ഇടത്തോട്ട് തിരിഞ്ഞ് U-ടേൺ തിരിഞ്ഞ് ദേശീയപാത മുറിച്ചു കടന്ന് എതിർവശത്തെ സർവീസ് റോഡിലെത്തിയ ശേഷം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വിധമാണ് ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 26-ന് മുൻപ് സർവീസ് റോഡുകൾ ശോച്യാവസ്ഥ പരിഹരിച്ച് സുഗമമായ വാഹനയാത്രയ്ക്ക് സൗകര്യമൊരുക്കുമെന്നും ദേശീയപാത അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ 3.5 മാസത്തിന് ശേഷവും സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചിട്ടില്ല. ഇവിടെ മെറ്റൽ വിരിച്ചത് അതേപടി കിടക്കുന്നതിനാൽ പൊടി ശല്യവും രൂക്ഷമാണ്.
സർവീസ് റോഡ് പൂർത്തിയാകാതെ ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയതിനാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വാഹനത്തിരക്ക് രൂക്ഷമായിരുന്നു. ദേശീയപാതയിൽ മണലിപ്പാലം വരെയും പുതുക്കാട് KSRTC സ്റ്റാൻഡ് വരെയും വാഹനങ്ങളുടെ വരിയെത്തിയിരുന്നു. നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജാണ് ആമ്പല്ലൂരിൽ വരുന്നത്. നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി വിഭാഗം അംഗീകരിച്ച പുതിയ രൂപരേഖ അനുസരിച്ച് കഴിഞ്ഞ മാസം 12-നാണ് അടിപ്പാതയുടെ പണി പുനരാരംഭിച്ചത്. 20 മീറ്റർ വീതിയും 5.5 മീറ്റർ ഉയരവുമുള്ളതാണ് നിർദ്ദിഷ്ട അടിപ്പാത. നേരത്തെ നിശ്ചയിച്ച ഇൻഡിവിജ്വൽ പുട്ടിംഗ് ടൈപ്പ് അണ്ടർ പാസേജിന്റെ രൂപരേഖ മാറ്റിയാണ് ബോക്സ് ടൈപ്പ് ആക്കിയത്. നേരത്തെ 4 പില്ലറുകളിൽ വെഹിക്കുലാർ അണ്ടർ പാസേജ് ആയിട്ടാണ് അടിപ്പാത പണി ആരംഭിച്ചത്. എന്നാൽ 15 അടിയിലേറെ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം മണ്ണിന്റെ ബലക്കുറവ് കണ്ടെത്തിയതോടെ കുഴിച്ച കുഴികൾ മൂടുകയും അടിപ്പാതയുടെ പ്രധാന പില്ലറുകളുടെ പണി നിർത്തുകയുമായിരുന്നു. ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 50 വർഷ കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വളർച്ചയിൽ പനമ്പിള്ളി കോളേജ് നൽകിയ സംഭാവനകളെ മന്ത്രി എടുത്തു പറയുകയുണ്ടായി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യം കൂടി വളർത്തിയെടുക്കുകയാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും അസാപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്കിൽ കോഴ്സുകളും ഇതിന് ഉദാഹരണമാണെന്ന് മന്ത്രി പറയുകയുണ്ടായി. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്ന 50 പ്രഭാഷണ പരമ്പരയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന പുതിയ ആശയങ്ങൾ ഉരുത്തിരിയട്ടെ എന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ചടങ്ങിൽ വാർഡ് കൌൺസിലർ സൗമ്യ വിനീഷ്, PTA വൈസ് പ്രസിഡന്റ് സുകുമാരൻ MA, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ബീന ഡേവിസ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആൽബിന ഷാഹുൽ, സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറും വൈസ് പ്രിൻസിപ്പലുമായ ആൽബർട്ട് ആന്റണി ടി എന്നിവർ സംസാരിച്ചു. പുതുക്കാട് കുറുമാലിയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയായ കാർ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ ദേശീയ പാതയോരത്തെ സംരക്ഷണ തൂണുകൾ തകർത്താണ് മറിഞ്ഞത്. പാതയോരത്തെ 20 അടിയോളം താഴ്ചയിലേക്ക് വീഴാതെ കാർ തടഞ്ഞു നിന്നത് വലിയ അപകടം ഒഴിവായി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത്. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത്. സ്വകാര്യ ബസ് വയോധികയുടെ കാലിലൂടെ കയറിയിറങ്ങി. 1-ാം കല്ല് സ്വദേശിയായ പുതുവീട്ടിൽ 70 വയസ്സുള്ള നബീസയുടെ ഇടത് കാലിലൂടെയാണ് ബസിന്റെ പിൻചക്രം കയറിയിറങ്ങിയത്. കുന്നംകുളത്തേക്ക് യാത്ര ചെയ്യാനായി രാവിലെ 8 മണിയോടെ 1-ാം കല്ലിൽ നിന്നും ബസ്സിൽ കയറിയ നബീസ ബസ് കുന്നംകുളത്തേക്കല്ല പട്ടാമ്പിയിലേക്കാണെന്നും തനിക്ക് അബദ്ധം പിണഞ്ഞതാണെന്നും മനസ്സിലാക്കി ബസ്സിൽ നിന്നും ചാടിയിറങ്ങുകയായിരുന്നു. ധൃതിയിൽ ബസ്സിൽ നിന്നിറങ്ങിയ വയോധിക കാൽ മടങ്ങി വീഴുകയും ബസ്സിന്റെ പിൻചക്രങ്ങൾ ഇടതുകാലിലൂടെ കയറിയിറങ്ങുകയും ചെയ്യുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് വയോധികയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബസ് കസ്റ്റഡിയിലെടുത്തു. പാലപ്പിള്ളിയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതിന് തീരുമാനം. വരന്തരപ്പിള്ളി, മറ്റത്തൂർ പഞ്ചായത്തുകളുടെ മലയോര പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ KK രാമചന്ദ്രൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര വനനിയമ പ്രകാരം കമ്മിറ്റി രൂപീകരിച്ച് അനുമതിക്കായി സമർപ്പിക്കുന്നതിനും നിലവിൽ അനുവദിച്ച RRTയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും MLA നിർദ്ദേശം നൽകി. ഹാങ്ങിംഗ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവയും ആവശ്യമായ മുഴുവൻ സ്ഥലത്തും ട്രെഞ്ചുകൾ നിർമ്മിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വന്യജീവി ആക്രമണം തടയുന്നതിന് ഒരു പ്രൊജക്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി MLA അറിയിച്ചു. ആവശ്യമെങ്കിൽ MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ഇതിനായി അനുവദിക്കുമെന്നും MLA പറഞ്ഞു. വനം വകുപ്പും പ്ലാന്റേഷൻ കമ്പനികളും അതാത് ഇടങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റും.
വന്യജീവി സാന്നിധ്യം കണ്ട ഇടങ്ങളിൽ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് മിനി മാസ്റ്റ്, ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, ജനപ്രതിനിധികളായ അജിത സുധാകരൻ, MB ജലാൽ, ചാലക്കുടി DFOM വെങ്കിടേശ്വരൻ, റേഞ്ച് ഓഫീസർ PD രതീഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കണ്ട ആളുകളോട് ചോദിക്കുമ്പോൾ പുലിയാണെന്ന് അറിയില്ല, രണ്ട് കണ്ണ് കണ്ടു തോർച്ചടിച്ചപ്പോൾ ഞാൻ ഓടി വീണു, പരിക്ക് പറ്റി. ഇതല്ലാതെ വേറൊരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പറപ്പൂക്കര FM-ന്റെ ഉദ്ഘാടനം ആദ്യ ശബ്ദ സന്ദേശത്തിലൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. പഞ്ചായത്തും സർക്കാരും നൽകുന്ന വിവിധ സേവനങ്ങളും അറിയിപ്പുകളും ജനങ്ങളിലേക്ക് ഓഡിയോ രൂപത്തിൽ എത്തിക്കുന്ന പറപ്പൂക്കര FM-ന്റെ ഉദ്ഘാടനം ആദ്യ ശബ്ദ സന്ദേശത്തിലൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിർവഹിച്ചു. നവമാധ്യമങ്ങൾ വഴിയാണ് വിവരങ്ങൾ നൽകുന്നത്. പഞ്ചായത്തിന്റെ ഈ പദ്ധതി മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. ജനപ്രതിനിധികൾ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ കൂടാതെ പൊതുജനങ്ങളും ഇതിൽ പങ്കാളിയാവും. ജനങ്ങളിൽ എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ജനപ്രതിനിധികൾക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം ഹരിതകർമ്മ സേനാംഗങ്ങളും അവതാരകരായി എത്തുന്നു എന്നതും സന്തോഷകരമാണ്. പറപ്പൂക്കര FM യാഥാർത്ഥ്യമാക്കിയ EK അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയെയും ഉദ്യോഗസ്ഥരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അനുകരണീയമായ മാതൃകയായി ഈ പദ്ധതി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ ആനുവൽ സ്പോർട്സ് മീറ്റ് പഞ്ചായത്ത് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ K രമാദേവി പതാക ഉയർത്തിക്കൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു. രവീണ അംബരീഷ്, EK രാഗി എന്നിവർ സംസാരിച്ചു. 4 ഗ്രൂപ്പുകളിലായി വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 80 രൂപ കൂടി ഗ്രാമിന് 7260 രൂപ, പവന് 58,080 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി വലിയകുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ആമ്പല്ലൂരിൽ ദേശീയപാതയുടെ 2ാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പുതുക്കാട് കുറുമാലിയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. സ്വകാര്യ ബസ് വയോധികയുടെ കാലിലൂടെ കയറിയിറങ്ങി. പാലപ്പിള്ളിയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതിന് തീരുമാനം. പറപ്പൂക്കര FM-ന്റെ ഉദ്ഘാടനം ആദ്യ ശബ്ദ സന്ദേശത്തിലൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ ആനുവൽ സ്പോർട്സ് മീറ്റ് പഞ്ചായത്ത് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു.
തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.